ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടിയുടെ റെസിപ്പിയാണ്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ രീതിയിലും തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 പച്ചക്കായയാണ് എടുത്തത്. നല്ല മൂത്ത പച്ചക്കായാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. ആദ്യം കായയുടെ 2 ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ പച്ചക്കായയുടെ തൊലിയൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിലിട്ട് വെക്കണം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കലക്കി വെച്ചതാണ്. ഇനി നമുക്ക് പച്ചക്കായയുടെ തൊലിയൊന്ന് ഇതുപോലെ ഒന്ന് മാറ്റാം. ആദ്യം ഇതുപോലുള്ളൊരു വരയിട്ട് കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ തൊലി കളഞ്ഞെടുക്കാം. നമ്മുടെ കയ്യിൽ കറ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തടവുന്നത് നല്ലതാണ് കേട്ടോ. ഈ തൊലി നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ തൊലി വെച്ചിട്ട് നമുക്ക് അടിപൊളി തോരൻ ഉണ്ടാക്കാം. ഈ കായയുടെ തൊലിയും അതുപോലെ ചെറുപയറും കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പച്ചക്കായയുടെ തൊലിയൊക്കെ ഇതുപോലെ കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി. ഈ തൊലി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഈ പച്ചക്കായ 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലുള്ളൊരു നല്ല വൃത്തിയുള്ളൊരു തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇതിലൊട്ടും വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അതല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താലും മതി. കാരണം നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഞാൻ പച്ചക്കായ മുഴുവനായിട്ടും ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ സ്ലാൻഡിങ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പം എല്ലാ പീസും ഒരേ കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മളിത് ഒരുമിച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒരുപോലെ ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ കനത്തിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് വറുത്തെടുക്കാനുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാം. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. 2 ബാച്ചായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് വറുക്കുന്നത്. ആദ്യം പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കരുത്. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചൊരധികം സമയം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലുള്ള എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് വെക്കാം. അടുത്ത ബാച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നവരെ നമ്മളിത് വറുത്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് 200 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തത്. ഇതുപോലുള്ള വലിയ 2 ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കരയിലുള്ള അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇനി ഈ ശർക്കരപ്പാനി ഒന്നുകൂടെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നവരെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒറ്റനൂൽ പരുവാവുന്നവരെയാണ് ഈ ശർക്കരപ്പാനി ഒന്ന് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ശർക്കര വരട്ടി പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഈ ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണിത്. ഈ ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി ഒറ്റനൂൽ പരുവാവുന്നവരെ ഈ ശർക്കരപ്പാനി കുറുക്കിയെടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ച കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ കായയുടെ എല്ലായിടത്തും ശർക്കര എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചധികം സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ശർക്കരപ്പാനി ഈ കായയുടെ എല്ലായിടത്തും നന്നായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കുക. ചുക്കുപൊടി നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി ചുക്കുപൊടി നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ചുക്ക് വാങ്ങിയിട്ട് അതൊന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ഫ്ലേവർ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചുക്കുപൊടിയും അതുപോലെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കായ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കുറച്ചധികം സമയം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് കുറച്ചൊന്ന് ചൂടാറി വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ മേലെ ശർക്കരയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നവരെ ഇളക്കി കൊടുക്കുക. പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇതുപോലെ കിട്ടുന്നവരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കര വരട്ടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ശർക്കര വരട്ടിയാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള പൊടിയാണിത്. ഇത് നമുക്ക് അടുത്ത തവണ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്